ദ ജോമെട്രി ഓഫ് എ ലിനിയർ സിസ്റ്റം. അപ്പം അടുത്തതായിട്ട് എൻ സ്പേസിലെ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ വെക്റ്റർ ഫോമിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്, അതേപോലെ എൻ സ്പേസിലെ ഒരു പ്ലെയിനിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് വെക്റ്റർ ഫോമിൽ. അതാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെക്റ്റർ ആർ നോട്ടും വെക്റ്റർ വിയും ആർ എന്നിലെ എൻ സ്പേസിലെ വെക്റ്റേഴ്സ് ആണെന്നിരിക്കട്ടെ. അതിൽ വെക്റ്റർ വി എന്ന് പറയുന്നത് ഒരു നോൺ സീറോ വെക്റ്റർ ആണ്. ഈ ആർ നോട്ട് എന്ന് പറയുന്നത് സീറോ വെക്റ്റർ ആകാം, വി എന്ന് പറയുന്നത് നോൺ സീറോ വെക്റ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഈ ആർ നോട്ട് എന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നതും വി എന്ന് പറയുന്ന വെക്റ്ററിന് പാരലായിട്ടുള്ളതുമായ ലൈൻ, ഇവിടെ ഒരു ലൈൻ ഉണ്ട്. ഈ ലൈനിലെ ഒരു പോയിന്റ് ആണ് ആര്? ആർ നോട്ട്. ആർ നോട്ട് എന്ന് പറയുന്നത് നമ്മൾ എൻ സ്പേസിലാകുമ്പോൾ അതിന്റെ കമ്പോണൻസ് x1 x2 എക്സെട്ര xn എന്നായിരിക്കും എഴുതുക. x1 x2 എക്സെട്ര xn ആർ നോട്ടിന്റെ കമ്പോണൻസ്. വി എന്ന് പറയുന്നത് ഇതിന് പാരലായ ഒരു വെക്ടറാണ്. ഈ ലൈനിന് പാരലായ ഒരു വെക്ടറാണ് വെക്ടർ വി. അപ്പൊ അതിന്റെ കമ്പോണൻസ് നമ്മൾ v1 v2 എക്സെട്ര vn എന്നായിരിക്കും പറയുക. എൻ സ്പേസ് ആണ്. അങ്ങനെയെങ്കിൽ ഈ ലൈനിന്റെ ഇക്വേഷൻ ആർ നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നതും വിക്ക് പാരലായിട്ട് വരുന്നതുമായ ലൈനിന്റെ ഇക്വേഷൻ വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ ആർ നോട്ട് പ്ലസ് ടി ഇൻറ്റു വെക്ടർ വി. ഇവിടെ ടി എന്ന് പറയുന്നത് ഒരു പാരാമീറ്റർ ആണ്, ഒരു സ്കേലാർ ആണ്. അതിനെ നമ്മൾ പാരാമീറ്റർ എന്ന് വിളിക്കും. ഇവിടെ വെക്ടർ ആർ റെപ്രസെന്റ് ചെയ്യുന്നത് എനി പോയിന്റ് ഓൺ ദ ലൈൻ ആണ്. ഇതിലെ എനി പോയിന്റ് ആണ് ആർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് പി നോട്ട് എന്ന് പറയുന്ന പോയിന്റ് ആണ് ആർ നോട്ട്, പി എന്ന് പറയുന്ന പോയിന്റ് ആണ് ആർ. അപ്പൊ പി നോട്ട് പി എന്ന് പറയുന്ന വെക്ടർ ഈ വി എന്ന് പറയുന്ന വെക്ടറിന് പാരലല്ല. പി നോട്ട് പി എന്ന വെക്ടർ പിയിൽ നിന്ന് പി നോട്ട് സബ്ട്രാക്ട് ചെയ്യുന്നത് ആർ മൈനസ് ആർ നോട്ട്. ഈ ആർ മൈനസ് ആർ നോട്ട് എന്ന് പറയുന്ന വെക്ടർ വി എന്ന് പറയുന്ന വെക്ടറിന് പാരലാണ്. രണ്ട് വെക്ടർ പാരലാകുന്നുള്ള കണ്ടീഷൻ അതിലൊന്ന് മറ്റതിന്റെ സ്കേലാർ മൾട്ടിപ്പിൾ ആയിരിക്കണം എന്നതാണല്ലോ. അപ്പോൾ ആർ മൈനസ് ആർ നോട്ട് എന്ന് പറയുന്നത് വിയുടെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണേ നമ്മൾ ടി വി എന്ന് എഴുതുന്നു. ടി എന്ന് പറയുന്ന ഒരു സ്കെയിലാർ. എന്നിട്ട് ഈ ആർ നോട്ട് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ കിട്ടുന്ന ഇക്വേഷൻ ആണിത്. വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ ആർ നോട്ട് പ്ലസ് ടി ഇൻറ്റു വെക്ടർ വി. അപ്പൊ ഇതും കാണാതെ പഠിച്ചു വെക്കണം. ഇതിൽ ആർ നോട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ലൈനിലെ ഒരു ഫിക്സഡ് പോയിന്റിനെയാണ്. വെക്ടർ വി എന്ന് പറയുന്നത് ലൈനിന് പാരലായ വെക്ടറാണ്. പാരലായ വെക്ടർ, പാരല എന്നൊക്കെ പറയണമെങ്കിൽ നോൺ സീറോ വെക്ടർ ആയിരിക്കണമല്ലോ. സീറോ വെക്ടർ ആയാൽ നമുക്ക് ഡയറക്ഷൻ നിർണ്ണയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വി എന്ന് പറയുന്ന ഒരു നോൺ സീറോ വെക്ടർ ആണ്, അത് ലൈനിന് പാരലാണ്. വെക്ടർ ആർ റെപ്രസെന്റ് ചെയ്യുന്നത് എനി പോയിന്റ് ഓൺ ദി ലൈൻ ആണ്, എനി പോയിന്റ് ഓൺ ദി ലൈൻ. ഇതേപോലെ നമുക്ക് പ്ലെയിനിന്റെ ഇക്വേഷൻ പറയാം. പ്ലെയിനിന്റെ ഇക്വേഷൻ പറയുമ്പം പ്ലെയിനിലെ ഒരു പോയിന്റും വേണം, പ്ലെയിനിന് പാരലായ രണ്ട് വെക്ടറുകളും വേണം. പ്ലെയിനിലെ ഒരു പോയിന്റ് ആണ് വെക്ടർ ആർ നോട്ട്, പ്ലെയിനിന് പാരലായ രണ്ട് വെക്ടേഴ്സ് ആണ് v1 ഉം v2. എങ്കിൽ ഈ ആർ നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന വെക്ടർ v1നും വെക്ടർ v2നും ഇത് പാരലൽ വെക്ടേഴ്സ് ആവാൻ പാടില്ല, കൊളീനിയർ വെക്ടേഴ്സ് ആവാൻ പാടില്ല. v1 ഉം v2 ഉം കൊളീനിയർ ആവാൻ പാടില്ല, പാരലൽ അല്ലാത്ത വെക്ടേഴ്സ് ആയിരിക്കണം. v1 ഉം v2 ഉം പരസ്പരം പാരലൽ ആകരുത്, എന്നാൽ അവർ പ്ലെയിനോട് പാരലൽ ആയിരിക്കണം. v1 ഈസ് പാരലൽ ടു ദ പ്ലെയിൻ ആയിരിക്കണം, v2 ഈസ് പാരലൽ ടു ദ പ്ലെയിൻ ആയിരിക്കണം. എന്നാൽ v1 ഉം v2 ഉം പരസ്പരം പാരലൽ ആകാൻ പാടില്ല. അങ്ങനെയുള്ള രണ്ട് വെക്ടറുകളാണ് v1 ഉം v2. ആർ നോട്ട് എന്ന് പറയുന്നത് പ്ലെയിനിലെ ഒരു പോയിന്റ് ആണ്. അങ്ങനെയെങ്കിൽ ആ പ്ലെയിനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്ലെയിനിന്റെ ഇക്വേഷൻ വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ ആർ നോട്ട് പ്ലസ് t1 ഇൻറ്റു വെക്ടർ v1 പ്ലസ് t2 ഇൻറ്റു വെക്ടർ v2. t1 വെക്ടർ v1 പ്ലസ് t2 വെക്ടർ v2. ഇവിടെ ആർ നോട്ട് പ്ലെയിനിലെ ഫിക്സഡ് പോയിന്റ്, v1 ഉം v2 ഉം പ്ലെയിനിന് പാരലായ രണ്ട് ലൈൻസ് ആണ്. അപ്പൊ അത് വെച്ച് പ്ലെയിനിന്റെ ഇക്വേഷൻ നമ്മൾ വെക്ടർ ഫോമിൽ എഴുതും. വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ ആർ നോട്ട് പ്ലസ് t1 വെക്ടർ v1 പ്ലസ് t2 വെക്ടർ v2. ഇതിൽ രണ്ട് പാരാമീറ്റർ ഉണ്ട്, t1 ഉം t2. t1 ഉം t2 സ്കെയിലേഴ്സ് ആണ്, ഇവരെ നമ്മൾ പാരാമീറ്റേഴ്സ് എന്നാണ് വിളിക്കുക. ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന പ്ലെയിൻ ആണെങ്കിൽ ആർ നോട്ട് എന്ന് പറയുന്നത് സീറോ ആയി പോകും, ആർ നോട്ട് സീറോ ആയി പോകും, അത് ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന പ്ലെയിൻ ആണെങ്കിൽ. അതുപോലെ ലൈനിന്റെ കേസിലും അങ്ങനെ തന്നെ. ഈ ലൈൻ ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ആർ നോട്ട് സീറോ എന്ന് എടുക്കാം. അപ്പോൾ വെക്ടർ ആർ ഇസ് ഈക്വൽ ടു ടി വെക്ടർ വി എന്ന് വരും. വെക്ടർ ആർ ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു വെക്ടർ വി. ആർ നോട്ടിന് സീറോ എന്ന് കൊടുക്കാം. ഇൻ പർട്ടിക്കുലർ അത് ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്നതാണെങ്കിൽ.
അപ്പോൾ ഈ ജനറൽ ഇക്വേഷൻ അറിഞ്ഞാൽ മതി. ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്നതാണെങ്കിൽ അതിനകത്ത് R0 0 കൊടുത്ത് നമുക്ക് ചെയ്യാം. ഈ രണ്ട് ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. n സ്പേസിലെ ഇക്വേഷൻസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചത് 2 സ്പേസിലെയും 3 സ്പേസിലെയും ഒക്കെയാണ് പഠിച്ചത്. 2 സ്പേസിലെ ലൈനും 3 സ്പേസിലെ പ്ലെയിനുമായിട്ടാണ് പഠിച്ചത്. ഇതിപ്പോൾ n സ്പേസിലെ ഒരു ലൈനിന്റെയും പ്ലെയിനിന്റെയും ഇക്വേഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് എ വെക്റ്റർ ഇക്വേഷൻ ആൻഡ് പാരാമെട്രിക് ഇക്വേഷൻസ് ഓഫ് ദ ലൈൻ in R2 that passes through the origin and is parallel to the vector v is equal to -2, 3. അപ്പോൾ ഇവിടെ നമ്മളുടെ തിയറി അനുസരിച്ചുള്ള R0 എന്ന് പറയുന്നത് 0 വെക്റ്റർ ആണ്, ഒറിജിൻ ആണ്. വെക്റ്റർ v എന്ന് പറയുന്നത് പാരലൽ വെക്റ്റർ എന്ന് പറയുന്നത് -2, 3 ആണ്. ഇപ്പൊ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതനുസരിച്ച് വെക്റ്റർ R is equal to വെക്റ്റർ R0 പ്ലസ് ടി വെക്റ്റർ v. ഇതിൽ R0 0 ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, വെക്റ്റർ R is equal to ടി വെക്റ്റർ v. ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്നതാകുമ്പോൾ R0 അങ്ങ് കളയാം, R is equal to ടി വെക്റ്റർ v. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ R എന്നുള്ളതിന് പകരം നമ്മൾ xy എന്ന് എഴുതേണ്ടത്. xy is equal to t ഇൻറ്റു വെക്റ്റർ v എന്നുള്ളത് -2, 3. ഇതാണ് വെക്റ്റർ ഇക്വേഷൻ, ആ ലൈനിന്റെ വെക്റ്റർ ഇക്വേഷൻ. എന്നിട്ട് ഇതിനെ നമുക്ക് കമ്പോണന്റ് വൈസ് ഇക്വേറ്റ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് കമ്പോണന്റ് എക്സ് ഇസ് ഈക്വൽ ടു, രണ്ട് വെക്ടർ ഈക്വൽ ആവണമെങ്കിൽ അവരുടെ കമ്പോണൻസ് ഈക്വൽ ആവണമല്ലോ. റൈറ്റ് സൈഡിലെ ഫസ്റ്റ് കമ്പോണന്റ് -2t എന്ന് വരും. ടി അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2t. സോ എക്സ് ഇസ് ഈക്വൽ ടു -2t. ഇതുപോലെ നമുക്ക് y ഇക്വേറ്റ് ചെയ്യാം. y എന്ന് പറയുന്നത് 3 ഇൻറ്റു ടി ആയിരിക്കും. y ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു 3t. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടിയല്ലോ. ഇവരെ നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻസ് എന്ന് വിളിക്കും, ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ. ഇവിടെ ചോദ്യത്തിൽ രണ്ടുകൂടാണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? ഒരു വെക്ടർ ഇക്വേഷൻ ഉണ്ട്, ആ വെക്ടർ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്കിവിടെ രണ്ട് പാരാമെട്രിക് ഇക്വേഷൻസ് കിട്ടും. ഫൈൻഡ് എ വെക്ടർ ഇക്വേഷൻ ആൻഡ് പാരാമെട്രിക് ഇക്വേഷൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പാരാമെട്രിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു -2tയും y ഇസ് ഈക്വൽ ടു 3tയുമാണ്. വെക്ടർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ എക്സ് വൈ എന്ന് എഴുതാം, അല്ലെങ്കിൽ വെക്ടർ ആർ എന്ന് തന്നെ എഴുതിയിരുന്നാലും മതി. വെക്ടർ ആർ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ എക്സ് വൈ ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു -2, 3. Second question, find a vector equation and parametric equations of the line in R3 that passes through the point P0, 1, 2, -3 and is parallel to the vector v is equal to 4, -5, 1. ഇപ്പം നമ്മൾ ചെയ്തതുപോലെ, ഇപ്പം നമ്മൾ ചെയ്തത് R2-ലാണ്, ഇത് R3-ലാണ്. ഏത് സ്പേസിലും ആകാം. നമ്മളിത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് n സ്പേസിലാണല്ലോ, Rnലാണ് ഡിഫൈൻ ചെയ്തത്. അപ്പം കമ്പോണൻസ് കൂടുന്നതനുസരിച്ച് ഏത് സ്പേസിൽ വേണേലും ആകാം. ഇവിടെ ഇപ്പം 3 കമ്പോണൻസ് വീതമാണുള്ളത്. അപ്പോൾ ഇത് R3-ലെയാണ്. R3-ലെ ലൈനിന്റെ ഇക്വേഷനാണ് ചോദിച്ചേക്കുന്നത്. പാരലൽ വെക്ടറും തന്നിട്ടുണ്ട്, പാസ് ചെയ്യുന്ന പോയിന്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെക്ടർ R0 എന്ന് പറയുന്നത് 1, 2, -3. പാരലൽ വെക്ടർ v 4, -5, 1. ഇക്വേഷൻ എഴുതാം. വെക്ടർ R is equal to വെക്ടർ R0 പ്ലസ് ടി ഇൻറ്റു വെക്ടർ v. ഇതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ഇത്. അപ്പോൾ വെക്ടർ ആറിന് പകരം 3 സ്പേസ് ആകുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? എക്സ് വൈ സെഡ് എന്ന് എഴുതണം. 4 സ്പേസ് ആണെങ്കിലോ, 4 സ്പേസ് ആണെങ്കിൽ x1, x2, x3, x4 എന്ന് എഴുതണം. 5 സ്പേസ് ആണെങ്കിൽ x1, x2, x3, x4, x5 എന്ന് എഴുതണം. n സ്പേസിൽ നമ്മൾ പറയുന്നത് x1, x2, xn എന്നാണ്. is equal to R0 1, 2, -3 plus t into v 4, -5, 1. എളുപ്പമാണ്, സിമ്പിൾ ആണ് ഇത് ചെയ്യാൻ. അത് ആഡ് ചെയ്യുക, റൈറ്റ് സൈഡ് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ ടി കൊണ്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4t എന്നാ, അത് 1നോടൊപ്പം ആഡ് ചെയ്യുക. ഫസ്റ്റ് കമ്പോണന്റ് ഇവിടെ 1 ആണ്, കറസ്പോണ്ടിങ് കമ്പോണൻസ് ആഡ് ചെയ്യുക, പ്ലസ് ചെയ്യാൻ 1 + 4t എന്ന് വരും. 1 + 4t. അടുത്തത് 2 പ്ലസ് -5t എന്നാണ് വരുന്നത്, 2 - 5t. അടുത്തത് ഇവിടെ -3 ആണ്, -3യും ഈ ടി അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ t × 1 -3 കോമ ഇട്ടിട്ട് -3 + t. ഇതാണ് എന്ത്? വെക്റ്റർ ഇക്വേഷൻ, ആ ലൈനിന്റെ വെക്റ്റർ ഇക്വേഷൻ.
കറസ്പോണ്ടിങ് പാരാമെട്രിക് ഇക്വേഷൻസ് കമ്പോണൻസ് ഇക്വേറ്റ് ചെയ്താൽ മതി. എക്സ് ഈസ് ഈക്വൽ ടു 1 + 4t, y ഈസ് ഈക്വൽ ടു 2 - 5t, z ഈസ് ഈക്വൽ ടു -3 + t. ഇതാണ് എന്ത്, ആ ലൈനിന്റെ R3യിലെ ആ ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ. x is equal to 1 + 4t, y is equal to 2 - 5t, z is equal to -3 + t, -3 + t. ഇതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു. യൂസ് ദ വെക്റ്റർ ഇക്വേഷൻ ഒബ്റ്റൈൻഡ് ഇൻ പാർട്ട് എ. നമുക്ക് ഈ പാർട്ട് എയിൽ ഇപ്പൊ നമ്മൾ ചെയ്ത പാർട്ട് എയിൽ കിട്ടിയ വെക്റ്റർ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ വെക്റ്റർ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഫൈൻഡ് 2 പോയിന്റ്സ് ഓൺ ദ ലൈൻ ദാറ്റ് ആർ ഡിഫറൻറ്റ് ഫ്രം പി നോട്ട്. ലൈനിലെ തന്നെ ഒരു പോയിന്റാ പി നോട്ട്. ഈ പി നോട്ട് അല്ലാത്ത 2 പോയിന്റുകൾ കണ്ടുപിടിക്കാൻ യൂസിങ് ദ വെക്റ്റർ ഇക്വേഷൻ, നമ്മൾ കണ്ടുപിടിച്ച വെക്റ്റർ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച വെക്റ്റർ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഇതാണ് വെക്റ്റർ ഇക്വേഷൻ. അപ്പൊ അതിലെ എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് എനി പോയിന്റാ. എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു 1 + 4t, 2 - 5t, -3 + t. ഇത് എനി പോയിന്റ് ഓൺ ദ ലൈനാ. ഇതിൽ ടിക്ക് വില കൊടുത്താൽ നിങ്ങൾക്ക് പർട്ടിക്കുലർ പോയിന്റ്സ് കിട്ടും. ടിക്ക് 0 കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് 1, 2, -3 എന്നാ. അത് ഗിവൺ പോയിന്റാ. 1, 2, -3 ഇതേ ഈ ഗിവൺ പോയിന്റ് ആണ്. വേറെ പോയിന്റാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 0 അല്ലാത്ത വിലകൾ കൊടുക്കണം. 0 അല്ലാത്ത നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. അപ്പൊ നമുക്ക് ഏറ്റവും നല്ലത് ടിക്ക് 1 കൊടുക്കാം. ടിക്ക് 1 കൊടുക്കുമ്പോൾ ഒരു പോയിന്റ് കിട്ടും. എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു ഇവിടെ 1 + 4 എന്നാകും. 4 × 1 4, 1 + 4 5, ഇവിടെ 2 - 5 എന്നാകും. ടിക്ക് 1 കൊടുക്കുമ്പോൾ 2 - 5 -3, ഇത് -3 + 1 എന്നാകും. ദറ്റ് ഈസ് -2. ഒരു പോയിന്റ് കിട്ടി. 5 -3 -2, ഇത് ആ ലൈനിലെ ഒരു പോയിന്റ് ആയിരിക്കും. ഇനി വേറൊരു പോയിന്റ് കിട്ടാൻ ടിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 കൊടുക്കാം, അല്ലെങ്കിൽ ടിക്ക് -1 കൊടുക്കാം. ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. ടിക്ക് 2 കൊടുക്കുവാണെങ്കിൽ 0 അല്ലാത്ത ഏത് വില കൊടുത്താലും മതി. ടിക്ക് 2 കൊടുക്കുവാണെങ്കിൽ ഇവിടെ 1 + 4 × 2, 1 + 4 × 2 എന്ന് വരും. അതായത് 1 + 8 എന്ന് വരും. ദറ്റ് ഈസ് 9. സോ എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് കമ്പോണന്റ് 9. അടുത്തത് 2 - 5 × ടിക്ക് 2 കൊടുക്കുന്നു. അപ്പോൾ 2 - 10 എന്നാകും. അത് -8 എന്നാകും. ദെൻ സെഡ് കമ്പോണന്റിലേക്ക് -3 + ടിയിലേക്ക് ടിക്ക് 2 കൊടുക്കുക. -3 + 2 ഇസ് ഈക്വൽ ടു -1 എന്നാകും. ഇപ്പൊ രണ്ടാമതൊരു പോയിന്റ് കിട്ടി. 9 - 8 -1. ഇങ്ങനെ എത്ര പോയിന്റ് വേണേലും കണ്ടുപിടിക്കാം. ഇപ്പൊ ടിക്ക് നമ്മൾ -1 ആ കൊടുക്കുന്നതെങ്കിൽ ടിക്ക് -1 കൊടുക്കുവാണെങ്കിൽ എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു ഇവിടെ ഇതിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിലേക്ക് കൊടുക്കുക. 1 - 4 എന്നാകും. ടിക്ക് -1 കൊടുക്കുമ്പോൾ 1 - 4 എന്നാകും. -3. ഇവിടെ 2 + 5 എന്നാകും. ടിക്ക് -1 കൊടുക്കുമ്പോൾ -5 × -1 +5 ആകും. 2 + 5 7 എന്നാകും. ഇത് -3 + -1 ആകും. -3 + -1 -4. ഇങ്ങനെ പോയിന്റുകൾ നമുക്ക് എത്ര വേണമെങ്കിലും കണ്ടുപിടിക്കാവുന്നതാണ്. ഇവിടെ 2 പോയിന്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഞാനിവിടെ ടിക്ക് 1 കൊടുക്കുമ്പോൾ കിട്ടുന്ന പോയിന്റ് 5 - 3 -2. ടിക്ക് -1 കൊടുത്താൽ കിട്ടുന്ന പോയിന്റ് -3 7 -4, -3 7 -4. മറ്റത് 9 -8 -1. അത് ടിക്ക് 2 കൊടുത്താൽ കിട്ടുന്നതാ. ഇവിടെ ചെയ്തേക്കുന്നത് 1ഉം -1ഉം കൊടുത്താൽ കിട്ടുന്നതാണ് ഞാൻ നോട്ടിൽ ചെയ്തേക്കുന്നത്. അത് 5 - 3 -2, 5 - 3 -2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പൊ നമ്മൾ ചെയ്തത് 2 ലൈനിന്റെ ഇക്വേഷൻ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് വെക്റ്റർ ആൻഡ് പാരാമെട്രിക് ഇക്വേഷൻസ് ഓഫ് ദി പ്ലെയിൻ x - y + 2z = 5. ഇവിടെ പ്ലെയിനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് വെക്റ്റർ ഇക്വേഷനും പാരാമെട്രിക് ഇക്വേഷനും കണ്ടുപിടിക്കണം. നമ്മൾ പ്ലെയിനിന്റെ ഇക്വേഷൻ പറഞ്ഞത് എങ്ങനെയാ? വെക്റ്റർ r is equal to വെക്റ്റർ r0 plus t1 വെക്റ്റർ v1 plus
T2 വെക്റ്റർ V2. ഇതാണ് n സ്പേസിലെ ഏത് സ്പേസിലെയും പ്ലെയിനിന്റെ ഇക്വേഷൻ വെക്റ്റർ ഫോമിൽ ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. വെക്റ്റർ ഫോം കിട്ടിയാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് കമ്പോണൻസ് ഇക്വേറ്റ് ചെയ്ത് പാരാമെട്രിക് ഫോമും കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഈ തന്നേക്കുന്ന ഇക്വേഷൻ ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം, മാറ്റണം. അപ്പൊ അതെങ്ങനെയെന്ന് നോക്കാം. x മൈനസ് y പ്ലസ് 2z is equal to 5. ഇതിനകത്തില് ഏതെങ്കിലും ഒരു വേരിയബിൾ എക്സ് വൈ സെഡ് 3 അൺനോൺസ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ നമ്മൾ t1 എന്ന് എടുക്കുക, മറ്റതിനെ t2 എന്ന് എടുക്കുക. അപ്പൊ സൗകര്യത്തിന് y is equal to t1 എന്ന് അങ്ങ് എടുക്കുക. ഇതിനെ കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. y equals t1 എന്ന് അങ്ങ് എടുക്കുന്നു. ലെറ്റ് y equals t1 ആൻഡ് z is equal to t2 എന്ന് എടുക്കുന്നു. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ മാറും. x മൈനസ് t1 പ്ലസ് 2t2 is equal to 5. ഈ ക്വാണ്ടിറ്റീസ് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് എടുക്കാം. എക്സ് മാത്രം ലെഫ്റ്റ് സൈഡിൽ നിർത്തിക്കൊണ്ട് x is equal to 5 പ്ലസ് t1 എന്നാകും മൈനസ് 2t2. അപ്പോൾ നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻസ് ആണ് കിട്ടിയേക്കുന്നത്. ആ പ്ലെയിനിന്റെ നമുക്ക് തന്നിരുന്ന പ്ലെയിനിന്റെ പാരാമെട്രിക് ഇക്വേഷൻസ് എങ്ങനെ പറയാം? x is equal to 5 plus t1 minus 2t2, y is equal to t1, y equals t1, z is equal to t2. These are the parametric equations of the given plane. ഇനി ഇതിൽ നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻ കിട്ടിയാൽ നമുക്ക് വെക്ടർ ഇക്വേഷൻ ഉണ്ടാക്കാം. ഇപ്പോൾ കിട്ടിയേക്കുന്നത് കമ്പോണൻസ് ആണ്, അതിനെ വെക്ടർ ഫോമിൽ എഴുതിയാൽ മതി. വെക്ടർ എക്സ് കോമ വൈ കോമ ഇസഡ് ഇസ് ഈക്വൽ ടു വെക്ടർ എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക 5 പ്ലസ് t1 മൈനസ് 2t2 കോമ t1 കോമ t2. ഇനി ഇതിനെ നമുക്ക് r0 പ്ലസ് t1 v1 പ്ലസ് t2 v2 എന്ന ഫോമിലോട്ട് ഇതിനെ മാറ്റണം. അതെങ്ങനെയാണെന്ന് പറയാം. ആദ്യം നമ്മൾ ഇതിനകത്തിലെ കോൺസ്റ്റന്റ് ടൈമുകൾ എടുക്കുക, ഓരോ കമ്പോണന്റിലെയും. ഇതിനകത്ത് കോൺസ്റ്റന്റ് ടൈം, അതായത് t1 t2 ഇൻഡിപെൻഡന്റ് ആയ ടൈംസ്, t1 t2 വരാത്ത ടൈംസ് ഇതിൽ 5 ഉണ്ട്, അത് മാത്രം ഇങ്ങോട്ട് എഴുതുക. ഇപ്പുറത്ത് t1 അല്ലേ ഉള്ളൂ, t1ന്റെ ടൈമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്നും കോൺസ്റ്റന്റ് ടൈം എടുക്കാനില്ല, 0 എന്ന് എടുക്കാം. ഇവിടെ നിന്ന് t2 അല്ലേ ഉള്ളൂ, അവിടെ നിന്ന് കോൺസ്റ്റന്റ് ടൈം എടുക്കാനില്ല, അത് 0 എന്ന് എഴുതാം. അപ്പോൾ നമുക്കതിനെ 5 0 0 എന്ന് എഴുതാം. ഇതാണ് നമ്മളുടെ ഈ r0 എന്ന് പറയുന്നത്, 5 0 0 പ്ലസ് അടുത്തത് t1 ഇൻറ്റു t1ന്റെ കോഎഫിഷ്യൻസ് ഓരോ കമ്പോണന്റിനും എടുത്ത് എഴുതുക. ഇവിടെ ആദ്യത്തെ കമ്പോണന്റ് t1ന്റെ കോഎഫിഷ്യന്റ് പ്ലസ് 1 എന്നാണ്, 1. രണ്ടാമത്തതിൽ t1ന്റെ കോഎഫിഷ്യന്റ് 1 എന്നാണ്. സെക്കൻഡ് കമ്പോണന്റിൽ t1ന്റെ കോഎഫിഷ്യന്റ് 1, സോ 1. തേർഡ് കമ്പോണന്റിൽ t1 ഇല്ല, അപ്പോൾ അവിടെ കോഎഫിഷ്യന്റ് 0. അപ്പോൾ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാം, t1 ഇൻറ്റു 1 1 0. അപ്പോൾ ഈ 1 1 0 എന്ന് പറയുന്നതാണ് നമ്മളുടെ വെക്റ്റർ v1 പ്ലസ് ഇതുപോലെ t2 ഇൻറ്റു ഓരോ കമ്പോണന്റ് മുകളിലത്തെ ഈ എക്സ്പ്രഷനിലെ ഓരോ കമ്പോണന്റിൽ നിന്നും t2ന്റെ കോഎഫിഷ്യൻസ് എടുക്കുക. ഫസ്റ്റ് കമ്പോണന്റിൽ t2ന്റെ കോഎഫിഷ്യന്റ് -2, അത് ആദ്യം എഴുതുക, കോമ. സെക്കൻഡ് കമ്പോണന്റിൽ t2 ഇല്ല, സോ 0 കൊടുക്കുക. തേർഡ് കമ്പോണന്റിൽ t2 ഉണ്ട്, അതിന്റെ കോഎഫിഷ്യന്റ് 1 t2 എന്നാണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഫോം കിട്ടി, r0 പ്ലസ് t1 ഇൻറ്റു വെക്റ്റർ v1 പ്ലസ് t2 ഇൻറ്റു വെക്റ്റർ v2 എന്ന് കിട്ടി. ഇവിടെ r0 എന്ന് പറയുന്നത് 5 0 0, വെക്റ്റർ v1 എന്ന് പറയുന്നത് 1 1 0, വെക്റ്റർ v2 എന്ന് പറയുന്നത് -2 0 1. ഇത് തിരിച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ നമുക്ക് തിരിച്ചിത് കിട്ടും, ഇല്ലേ? കറസ്പോണ്ടിങ് കമ്പോണൻസ് ആഡ് ചെയ്യുമല്ലേ. 5 ഇവിടെ t1 ഇൻറ്റു 1 t1, ഇവിടെ t2 ഇൻറ്റു -2 t2, മൂന്നൂടെ ആഡ് ചെയ്യുമ്പോൾ 5 പ്ലസ് t1 മൈനസ് 2 t2. അത് ഫസ്റ്റ് കമ്പോണന്റ്. സെക്കൻഡ് കമ്പോണന്റ് എടുക്കുമ്പോൾ ഇവിടെ 0 0, ഇവിടെ 0, ഇവിടെ 1 ഇൻറ്റു t1 എന്ന് വരും, 0 പ്ലസ് t1 എന്നായി. ഇവിടെ 0 t2 ഇൻറ്റു 0 0. അപ്പോൾ 0 പ്ലസ് t1 പ്ലസ് 0 എന്നാണ് വരുന്നത്, t1 എന്ന് കിട്ടും. ഇതേപോലെ തേർഡ് കമ്പോണന്റ് നമ്മൾ എടുക്കുമ്പോൾ 0, ഇവിടെ 0, സോ 0 പ്ലസ് 0 എന്നാണ് വരുന്നത്. ദെൻ ലാസ്റ്റ് ഇവിടെ 1 ഇൻറ്റു t2 വരും, അപ്പോൾ 0 പ്ലസ് t2 എന്നാണ് വരിക തേർഡ് കമ്പോണന്റ്, അത് t2 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്ലെയിനിന്റെ ഇക്വേഷൻ തന്നാൽ അതിനെ നമ്മൾ പാരാമെട്രിക് ഫോമിലേക്കും വെക്ടർ ഫോമിലേക്കും മാറ്റുന്നത്. ആദ്യം പാരാമെട്രിക് ഫോമിലേക്ക് മാറ്റുക, ദെൻ വെക്ടർ ഫോമിലേക്ക് മാറ്റുക.
പല രീതിയിൽ നമുക്ക് ചെയ്യാം ഇത് കേട്ടോ. ഇത് ഇങ്ങനെ മാത്രമല്ല ചെയ്യാവുന്നത്. ഇവിടെ നമ്മൾ വൈക്ക് T1 കൊടുത്തത്, സെഡിന് T2 കൊടുത്തത്. നിങ്ങൾക്ക് എക്സിന് വേണേൽ T1 ഉം വൈക്ക് T2 ഉം കൊടുക്കാം. എന്നിട്ട് Z കണ്ടുപിടിച്ച് വേറൊരു ആൻസറിലേക്ക് വേറൊരു രൂപത്തിലുള്ള ആൻസറിലേക്ക് എത്താം. അല്ലെങ്കിൽ എക്സിന് T1 ഉം സെഡിന് T2 ഉം കൊടുത്തുകൊണ്ട് y കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിലും ഒരു പാരാമെട്രിക് ഇക്വേഷനും വെക്ടർ ഇക്വേഷനും കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്ത ഇക്വേഷൻ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വെക്ടർ ആൻഡ് പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദി ലൈൻ ത്രൂ ദ ഒറിജിൻ ഓഫ് R4 that is parallel to the vector v is equal to 5, -3, 6, 1. നമ്മൾ മുമ്പ് 2 സ്പേസിലും 3 സ്പേസിലും ചെയ്തു. അത് 4 സ്പേസിൽ ചോദിച്ചേക്കുന്നേ ഉള്ളൂ. ഇവിടെ ലൈനിൽ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. അത് ഒറിജിൻ ആണ്. ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന ലൈനാണ്. അപ്പോൾ നമ്മുടെ R0 എന്ന് പറയുന്നത് വെക്ടർ 0 ആണ്. അല്ലെങ്കിൽ 4 സ്പേസിൽ എഴുതിയാൽ 0, 0, 0, 0. ഇതാണ് R0. വെക്ടർ v എന്ന് പറയുന്നത് 5, -3, 6, 1 പാരലൽ വെക്ടർ. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ ലൈനിന്റെ ഇക്വേഷൻ ആണ്. ലൈനിന്റെ ഇക്വേഷൻ വെക്ടർ R is equal to വെക്ടർ R0 പ്ലസ് T വെക്ടർ V. ഇവിടെ R0 0 ആയതുകൊണ്ട് അത് കളയാം. വെക്ടർ R is equal to T വെക്ടർ V. ദാറ്റ് ഈസ് വെക്ടർ R എങ്ങനെ എഴുതേണ്ടത്? x1 4 സ്പേസ് ആ. x1, x2, x3, x4 എന്ന് എഴുതുക. is equal to T into വെക്ടർ V. 5, -3, 6, 1. ഇതാണ് വെക്ടർ ഇക്വേഷൻ ആൻസർ. ഇനി അതിന്റെ കറസ്പോണ്ടിങ് പാരാമെട്രിക് ഇക്വേഷൻസ് x1 is equal to ഇവിടെ 5t എന്ന് വരും. 5t. x2 is equal to സെക്കൻഡ് കമ്പോണൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ x2 is equal to ഇവിടെ 6 ആണ്. സോ 6t. x3 is equal to തേർഡ് കമ്പോണൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് കമ്പോണന്റ് -5 ആണ്. x2 is equal to ഇവിടെ സെക്കൻഡ് കമ്പോണന്റ് -3 ആണ്. സോ x2 is equal to -3t. then x3 is equal to തേർഡ് കമ്പോണന്റ് ആണ് 6. സോ 6t എന്നാകും. ലാസ്റ്റ് ഫോർത്ത് കമ്പോണന്റ് x4 is equal to ഇവിടെ 1 ആണ്. 1 into t എന്ന് കിട്ടും. സോ ദ പാരാമെട്രിക് ഇക്വേഷൻസ് ആർ 5t, x1 equals 5t, x2 is equal to -3t, x3 is equal to 6t, and x4 is equal to t. Next question. Find the vector and the parametric equations of the plane. നമ്മൾ കൂടുതലും ചെയ്ത ലൈനിന്റെ ഇക്വേഷൻ ആണ്. പ്ലെയിനിന്റെ ഇക്വേഷൻ in R4 that passes through the point R0 is equal to 2, -1, 0, 3. ഒരു പോയിന്റും പിന്നെ എന്ത് വേണം? രണ്ട് വെക്ടറുകൾ വേണം. പാരലൽ ആയിട്ടുള്ള ഈ പ്ലെയിനോട് പാരലൽ ആകുന്ന രണ്ട് വെക്ടറുകൾ വേണം. v1 is equal to 1, 5, 2, -4. v2 is equal to 0, 7, -8, 6. ചെയ്ത് നോക്കാം. പ്ലെയിനിലെ പോയിന്റ് R0 is equal to 2, -1, 0, 3. പ്ലെയിൻ ആണ്. പ്ലെയിൻ്റെ ഇക്വേഷൻ ആയതുകൊണ്ട് രണ്ട് വെക്ടറുകൾ വേണം. അത് നമുക്ക് v1 എന്നും v2 എന്നും എഴുതാം. v1 is equal to 1, 5, 2, -4. 1, 5, 2, -4. v2 is equal to 0, 7, -8, 6. 0, 7, -8, 6. ജസ്റ്റ് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. വെക്ടർ R is equal to ഇക്വേഷൻ വെക്ടർ R0 പ്ലസ് T1 വെക്ടർ V1 പ്ലസ് T2 വെക്ടർ V2. ദാറ്റ് ഈസ് വെക്ടർ Rന് പകരം x1, x2, x3, x4 is equal to R0 തന്നിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുക. 2, -1, 0, 3 പ്ലസ് T1 into V1. V1 നമുക്കിവിടെ തന്നേക്കുന്നത് 1, 5, 2, -4 പ്ലസ് T2 into
V2 ആയിട്ട് തന്നേക്കുന്നത് 0, 7, -8, 6. നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. റൈറ്റ് സൈഡ് ആഡ് ചെയ്ത് ഒന്നാക്കി എഴുതണം. ദിസ് ഈക്വൽ ടു കമ്പോണൻസ് ആഡ് ചെയ്യുക. ഫസ്റ്റ് കമ്പോണൻറ്റുകൾ ആഡ് ചെയ്യുമ്പോൾ 2, ഇവിടെ 1 ഇൻറ്റു T1 എന്ന് വരും, പ്ലസ് T1, ഇവിടെ 0 ഇൻറ്റു T2 എന്നാൽ 0 ആയി പോകും. അത്രയേ ഉള്ളൂ, 2 പ്ലസ് T1. അടുത്ത സെക്കൻഡ് കമ്പോണൻറ്റ് -1, ഇവിടെ 5 ഇൻറ്റു T1 എന്ന് വരും, -1 പ്ലസ് 5T1, ദെൻ ഇവിടെ 7T2 പ്ലസ് 7T2. ഇത് സെക്കൻഡ് കമ്പോണൻറ്റ്. കോമ കൊടുക്കുക. തേർഡ് കമ്പോണൻറ്റ് ഇവിടെ 0 ആണ്, അപ്പോൾ 0 പ്ലസ് എന്ന് എഴുതണ്ട. അടുത്തത് ഇവിടെ 2 ഇൻറ്റു T1 എന്ന് വരും, അവിടെ സ്റ്റാർട്ട് ചെയ്യാം. 2T1, ഇവിടെ -8 ഇൻറ്റു T2 എന്ന് വരും, -8T2, കോമ ലാസ്റ്റ് കമ്പോണൻറ്റ് ഇവിടെ 3 ആണ്, സോ 3, ഇവിടെ -4 ഇൻറ്റു T1 എന്നാകും, 3 മൈനസ് 4T1, ലാസ്റ്റ് 6 ഇൻറ്റു T2 എന്നാകും, പ്ലസ് 6T2. ഇതാണ് വെക്റ്റർ ഇക്വേഷൻ. ഇത് ഓരോന്നും ഇനി ഇക്വേറ്റ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് പാരാമെട്രിക് ഇക്വേഷൻ ആവും. പാരാമെട്രിക് ഇക്വേഷൻ x1 is equal to 2 plus T1. x1 equals 2 plus T1. x2 equals -1 plus 5T1 plus 7T2. x3, third component x3, 2T1 minus 8T2. x4, 3 minus 4T1 plus 6T2. These are the parametric equations.